സന്ദീപ് രാജാക്കാട് എസ് രാജേന്ദ്രനുമായി സംസാരിച്ചു. എന്താ വിഷയമെന്ന് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. പ്രകാശ് ജാവദേക്കറുമായിട്ട് എസ് രാജേന്ദ്രൻ നടത്തിയ കൂടിക്കാഴ്ച പല രീതിയിലാണ് വ്യാഖ്യാനിച്ചത്. എസ് രാജേന്ദ്രൻ പോകാൻ പോകുന്നു BJP-യിലേക്ക് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നു. എസ് രാജേന്ദ്രൻ ആ സമയത്ത് പൂർണ്ണമായി നിഷേധിച്ചിരുന്നു. എന്നാൽ പിന്നീട് വീണ്ടും പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ചിത്രങ്ങൾ പുറത്തുവിട്ടു. ആ ചിത്രങ്ങൾ വിട്ടതിന് പിന്നിൽ കുടുംബക്കാരാണ് എന്നാണ് എസ് രാജേന്ദ്രൻ സന്ദീപ് രാജാക്കാടിനോട് പറഞ്ഞിരിക്കുന്നത്. താൻ പാർട്ടിയുമായി തെരഞ്ഞെടുപ്പിൽ സഹകരിക്കും, പക്ഷേ തനിക്കെതിരെയുള്ള അച്ചടക്ക നടപടിയിൽ തീരുമാനമാകുന്നതുവരെ പ്രവർത്തിക്കാനില്ല എന്നും എസ് രാജേന്ദ്രൻ സന്ദീപ് രാജാക്കാടിനോട് പറഞ്ഞു. സന്ദീപ് രാജാക്കാട് എസ് രാജേന്ദ്രനുമായി നടത്തിയ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗം നമുക്കൊന്ന് കണ്ടുവരാം. കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ വിടാതെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മുൻ MLA എസ് രാജേന്ദ്രൻ BJP-യിലേക്ക് പോകും എന്നുള്ള ചർച്ചകൾ. നാളെ പോകുന്നു, മറ്റന്നാൾ പോകുന്നു എന്ന തരത്തിലൊക്കെ ചർച്ചകൾ വരുമ്പോഴും ആവർത്തിച്ച് എസ് രാജേന്ദ്രൻ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഒരു പാർട്ടിയിലേക്കും പോകുന്നില്ല, ഇടതുപക്ഷത്തിനൊപ്പം തുടരും എന്ന് പറയുന്നുണ്ട്. എന്നാൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തനിക്കുണ്ട്, ആ കാര്യങ്ങൾ പറഞ്ഞ് പരിഹരിക്കേണ്ടതുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. അങ്ങോട്ട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏറ്റവും ഒടുവിൽ സഹോദരൻ്റെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് BJP നേതാക്കന്മാരെ കണ്ടതാണ്, അതിൻ്റെ ചിത്രങ്ങളൊക്കെ പ്രചരിച്ചതാണ്, വലിയൊരു ചർച്ചയായത്. ഒരിക്കലെങ്കിലും അത് ആ ഒരു ചിത്രങ്ങൾ അങ്ങനെ പ്രചരിക്കാൻ അങ്ങയുടെ കയ്യിൽ നിന്ന് പോയതായിരിക്കുമോ? എൻ്റെ കയ്യിൽ നിന്നല്ല പോയത്. ബന്ധങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ ആ എൻ്റെ ബന്ധുവിൽ നിന്ന് ബന്ധുക്കൾക്ക് കൈമാറിയപ്പോൾ കട്ടൗട്ടറും മറ്റുമൊക്കെ വെക്കാനുള്ളതാണ്. അങ്ങനെ കൈമാറിയപ്പോൾ അതിൽ നിന്നും ചോർന്നു പോകാനിടയുണ്ട്. ആവർത്തിച്ച് പറയുന്നുണ്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നില്ല, ഇടതുപക്ഷത്ത് തന്നെ തുടരും, പക്ഷേ ഈ പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കണം. ആ ഒരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. മറ്റൊരു പാർട്ടിയിൽ പോയി ചേരും എന്നുള്ളത് കോൺഗ്രസിൻ്റെ തീരാത്ത ആഗ്രഹം. അവർക്കൊരു കൂട്ടിന് ആൾ വേണ്ടേ. അതുകൊണ്ട് ഇതൊന്നും നടക്കില്ല. അടിസ്ഥാനമായ കാര്യങ്ങളല്ല, അടിസ്ഥാനരഹിതമാണ്. നമ്മുടെ ഒരു അധ്വാനം 10-40 വർഷക്കാലം അധ്വാനിച്ച് നമുക്ക് പല സ്ഥാനമാനങ്ങളും എല്ലാം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പാർട്ടിയെ നമ്മൾ ചതിച്ചു എന്ന് പ്രചരണം സമൂഹത്തിൽ നിൽക്കുമ്പോൾ വേദന അനുഭവിക്കുന്നത് ഞാനാണ്. ഇപ്പം തെരഞ്ഞെടുപ്പാണ്. ഇതിനേക്കാളും കടുത്ത ഒരു പോസ്റ്റ് രാജേന്ദ്രൻ്റെ പുറത്ത് ഒട്ടിച്ചാലോ? അപ്പോൾ നമുക്ക് വേണ്ട. ഈ വിഷയം ഒന്ന് ഇരുന്ന് പറഞ്ഞു തീർക്കാൻ പാർട്ടി നേതൃത്വം ശ്രമിച്ചില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടല്ലോ, അതല്ലേ ശരി. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ആക്ഷേപം പറയാൻ ഉത്തരവാദപ്പെട്ടയാൾ ആക്ഷേപം പറഞ്ഞു. അപ്പോൾ എന്താണ് വേണ്ടത്? ഇന്നയാളോട് ഇന്നത് പറഞ്ഞു, ഇന്ന് ചോദിക്കാലോ. വ്യക്തത ഉണ്ടാകണ്ടേ? ഉണ്ടോ? ഇല്ലല്ലോ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലുണ്ടാവുമോ? തെരഞ്ഞെടുപ്പിൽ എന്നെക്കൊണ്ട് പറ്റുന്ന നിലയിലേക്കുള്ള സഹകരണങ്ങളുണ്ടാവും. അപ്പം എന്തായിരുന്നാലും അത്തരത്തിലാണ് മുമ്പ് ആവർത്തിച്ചിരുന്നത് പോലെ തന്നെ മറ്റൊരു പാർട്ടിയിലേക്കും BJP എന്നല്ല മറ്റൊരു പാർട്ടിയിലേക്കും പോകില്ല. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിലൊക്കെ സഹകരണം ഉണ്ടാകും. താൻ പാർട്ടിയാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, പാർട്ടിക്കൊപ്പമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു, അത് പരിഹരിക്കപ്പെടേണ്ടതാണ് എന്നാണ് എസ് രാജേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ. സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം ചേരുന്നു. സന്ദീപ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ എസ് രാജേന്ദ്രൻ പൂർണ്ണമായിട്ടും തള്ളുകയാണ് അല്ലേ BJP-യിലേക്ക് താൻ പോകുന്നു എന്നുള്ള പ്രചരണം? അതൊക്കെ അഭ്യൂഹങ്ങൾ മാത്രമാണ് എന്നാണ്. നമുക്ക് പൂർണ്ണമായും അദ്ദേഹം അങ്ങോട്ടില്ല എന്നുറപ്പിക്കാവുന്നതാണോ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഈ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അത്തരത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ആദ്യഘട്ടം മുതൽ എസ് രാജേന്ദ്രനെതിരെയുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടപടി ഉണ്ടാകുന്ന ഘട്ടത്തിലൊക്കെ രാജേന്ദ്രൻ CPI-യിലേക്ക് പോകും, BJP-യിലേക്ക് പോകും എന്ന തരത്തിൽ വലിയ വാർത്തകൾ ഉണ്ടായിരുന്നു. അതായത് ഈ 2-3 വർഷത്തിനിടയിൽ നിരവധിയായ വാർത്തകൾ വരുമ്പോൾ എല്ലാം തന്നെ രാജേന്ദ്രൻ പറഞ്ഞിരുന്നത് ഞാൻ പാർട്ടിയാണ്, പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ഇല്ല എന്നുള്ളതാണ്. ഈ പാർട്ടിക്കകത്ത് നിൽക്കണമെങ്കിൽ പാർട്ടി മെമ്പർഷിപ്പിന്റെ ആവശ്യമില്ല, നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനായാൽ മതി എന്ന് നിരവധി തവണ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന് ഇടയിലാണ് ഇത്തരത്തിലൊരു ചിത്രം പുറത്തു വരികയും അതുമായി ബന്ധപ്പെട്ട് BJP-യിലേക്ക് രാജേന്ദ്രൻ എന്ന തലക്കെട്ടുകൾ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അത് പൂർണ്ണമായി അന്ന് തന്നെ രാജേന്ദ്രൻ തള്ളിയിരുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് പറയുമ്പോഴും തന്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോയത് എന്ന് രാജേന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട്. രാജേന്ദ്രന്റെ സഹോദരൻ BJP പ്രവർത്തകനാണ്. തമിഴ്നാടുമായി ബന്ധപ്പെട്ട് ആ ഒരു ബന്ധം അവരുടെ കുടുംബപരമായി തന്നെ ഒരു സുഹൃത്ത് എന്ന രീതിയിലാണ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആ ചിത്രങ്ങൾ പുറത്തു പോയതിൽ പോലും അത്തരത്തിലാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഈ ചിത്രങ്ങൾ ഈ തമിഴ്നാട്ടിലൊക്കെ കല്യാണങ്ങൾ, വിവാഹവും ഒക്കെ ആയി ബന്ധപ്പെട്ട് വലിയ കട്ടൗട്ടറുകളൊക്കെ വെക്കാറുണ്ട്. അത്തരത്തിൽ ഇത്തരം ചിത്രങ്ങൾ അവരെടുത്ത് അങ്ങനെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ പ്രചരിപ്പിച്ചപ്പോൾ ഇല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൈമാറിയപ്പോൾ അവിടെ നിന്ന് പോയതാണ്, തന്റെ കയ്യിൽ നിന്ന് പോയതല്ല. താൻ അത്തരത്തിലൊരു ചിത്രം എടുത്തിട്ടുമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. രണ്ടാമതായി പറയുന്നത് പാർട്ടി എന്ന് പറയുന്നതിൽ വലിയ എതിരഭിപ്രായങ്ങൾ രാജേന്ദ്രൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ എതിരഭിപ്രായങ്ങളിൽ ഒന്നിച്ചു പോകുവാൻ കഴിയില്ല എന്ന് രാജേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു.
താൻ പാർട്ടിയോട് ചേർന്നാണ് നിൽക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ ഇടപെട്ടപ്പോൾ താൻ അവിടെ ചെല്ലുകയും തന്റെ പേര് പറഞ്ഞപ്പോൾ അവിടെ വലിയ ആവേശത്തോടെയുള്ള കയ്യടിയും സ്വീകരണവും ഉണ്ടായിരുന്നു. താൻ പാർട്ടിക്കൊപ്പം നിലനിൽക്കുന്നു എന്ന് വ്യക്തമാക്കുവാൻ, ഇല്ലെങ്കിൽ അവർക്കത് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് താൻ കൺവെൻഷനിൽ പോയത് എന്ന് രാജേന്ദ്രൻ പറയുകയാണ്. ഒപ്പം തന്നെ മറ്റൊരു പാർട്ടിയിലേക്കുമില്ല, അതിനപ്പുറത്ത് മറ്റൊരു ആരോപണം കൂടി രാജേന്ദ്രൻ ഇക്കാര്യത്തിൽ വെക്കുന്നുണ്ട്. താൻ ഈ BJP-യിലേക്ക് പോകണം എന്നുള്ളത് പോയി എന്ന് പ്രചരിപ്പിക്കുന്നത് കോൺഗ്രസുകാരാണ്. കാരണം കോൺഗ്രസിന്റെ ആളുകൾ ഇങ്ങനെ ഓരോ ദിവസവും BJP-യിലേക്ക് യാത്ര ശരി, സന്ദീപാണ് നമുക്കൊപ്പം ചേർന്നത്. എസ് രാജേന്ദ്രൻ BJP-യിലേക്കില്ല എന്നത് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കുന്നു. കുടുംബാംഗങ്ങളിൽ ആരോ ചിലരാണ് ആ ചിത്രങ്ങൾ പുറത്തുവിട്ടത്. പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ. അത് തികച്ചും വ്യക്തിപരമായ സൗഹാർദ്ദ സന്ദർശനം മാത്രമാണ്. രാഷ്ട്രീയവുമായ ഒരു ബന്ധവുമില്ല. പാർട്ടിക്കൊപ്പം തന്നെയാണ്. പക്ഷേ പ്രചരണത്തിനിറങ്ങുന്നത് തനിക്കെതിരെയുള്ള നടപടികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അവസാനിച്ചതിനു ശേഷം മാത്രമാണെന്നും പറയുന്നു എസ് രാജേന്ദ്രൻ നമ്മളുടെ സന്ദീപ് രാജാക്കാടിനോട്.